ഇവിടെ ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് അർജുൻ രാധാകൃഷ്ണൻ ഈ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ നേരിട്ട് അർജുനുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അതും ഈ ചർച്ചയുടെ ഭാഗം അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കേണ്ടതുണ്ടല്ലോ. ഒന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം കാണാം. ബാർ ഉടമകളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമായിരുന്നോ അർജുൻ രാധാകൃഷ്ണൻ? എനിക്ക് പേഴ്സണലി അതിൻ്റെ അകത്ത് അംഗമാവേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു റെയർ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, എൻ്റെ വൈഫിൻ്റെ ഫാമിലി, അവർ 2-3 ജനറേഷനായിട്ട് ഹോട്ടൽ ബിസിനസ് നടത്തി വരുവാണ്. അവർ തൊടുപുഴയിലുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പിൽ ആരെങ്കിലും അംഗമാണെങ്കിൽ അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് പേഴ്സണലി അതിൻ്റെ അകത്ത് അംഗമാകേണ്ട കാര്യമില്ല. ശ്രീ സജീവൻ, ഇതിൽ പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ചിന് അർജുനെ വിളിപ്പിക്കാൻ തീരുമാനിച്ചതിൽ ഏതെങ്കിലും ഒരു അപാകത കാണേണ്ടതുണ്ടോ? നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരു പിടിവള്ളി കിട്ടിയ മട്ടിൽ സർക്കാർ പെരുമാറുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ബാർ ഉടമകളുടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ബാറുകൾക്കാണ് പ്രാതിനിധ്യം. ബാറുകളുടെ ഉടമകളാണല്ലോ അതിൽ അംഗങ്ങളായി വരിക. ഭാര്യാപിതാവ് മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇവരുടെ ബാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിരുന്നു മുൻപ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന നമ്പരും അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. മരണശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണോ തുടരുന്നത്? ആ ഫോൺ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട്, അർജുൻ്റെ പേഴ്സണലി കണക്ഷൻ ഇല്ല, അർജുൻ്റെ ഫോൺ അല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അർജുൻ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഭാര്യാപിതാവിൻ്റെ ഫോൺ, അതിലെ വാട്സപ്പ് ഗ്രൂപ്പ്, അതാര് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രശ്നം ഇതിനകത്തുണ്ടോ? അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളുമായിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബാർ ഉടമകൾ കൊടുത്ത മൊഴികളുമൊക്കെ ആകാമോ ഒരുപക്ഷെ അർജുന് നോട്ടീസ് അയക്കാനും അർജുനിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ ഈ ബന്ധത്തെ സംബന്ധിച്ച്, ബാറും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അർജുൻ തയ്യാറാകാത്തതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ എന്ന നിലയിൽ പറയുമ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ അകന്ന ബന്ധുക്കളെന്ന് തോന്നാം. എൻ്റെ ഭാര്യ പിതാവിന് അതിൽ ഷെയർ ഉണ്ടായിരുന്നു എന്നൊരു വാചകം പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അവ്യക്തത നിൽക്കുന്നു എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ടോ? അർജുന്റെ ഇപ്പോ നമ്മൾ കേട്ട വാക്കുകൾ അത് തന്നെ മതി. അദ്ദേഹം പലതും പുറത്തു പറയാൻ ശ്രമിച്ചിട്ടില്ല, എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം. കാരണം എനിക്ക് ഇതുമായി വ്യക്തിബന്ധമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ബന്ധവുമില്ല, ഈ ഫോണായിട്ടോ എനിക്ക് ബന്ധമില്ല, വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊക്കെ പറയുന്ന അർജുൻ, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് താങ്കൾ പറഞ്ഞ പോലെ എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ ഒരാള്, ആ ആളുടെ ഫോൺ ആരാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം ഇതേപോലെയാണ്. എൻ്റെ ഭാര്യയുടെ ചില ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഭാര്യാപിതാവിന് ഭാര്യയുടെ ബന്ധുക്കൾ എന്ന് പറയണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് മരിച്ചപ്പോ ഈ കാര്യങ്ങൾ നോക്കുന്നത്, ബാറിന്റെ ചുമതലകളൊക്കെ നോക്കുന്നത് അർജുൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് ബാറിനെ കുറിച്ച് പോലും പറയുന്നത് എന്റെ ഭാര്യയുടെ ബന്ധുക്കൾക്ക് ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധമുണ്ട്, അത് നമ്മൾ ചായക്കട മറ്റോ നടത്തുകയാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഒരു കൊച്ചു ഹോട്ടലെന്നോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ തരത്തിലാണ് പറഞ്ഞത്. ചെറിയ രീതിയിൽ ഹോട്ടൽ നടത്തി വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഒരു കൊച്ചു ഹോട്ടലുണ്ട് എന്ന് പറയുന്ന തരത്തിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ടായിരുന്നു. ശ്രീ സജീവൻ, അത് തീർച്ചയായിട്ടും ഒരു പെട്ടിക്കടയോ അല്ലെങ്കിൽ ചായക്കട, ചെറിയൊരു നാട്ടിൻപുറത്തേക്കുള്ള ചായക്കട നടത്തുന്ന ഒരു പരിപാടി പോലെയാണ് അത്. അതും ഭാര്യയുടെ ഏതോ ഒരു ബന്ധു നടത്തുന്നതായിട്ടാണ് പറയും. സത്യത്തിൽ ബാർ ഹോട്ടലാണ്. ബാർ ഹോട്ടൽ നടത്തുന്നുണ്ട്. അത് ഭാര്യാപിതാവ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം മരിച്ചിട്ട് കുറെ കാലമായെങ്കിൽ പിന്നെ ആര്? അർജുൻ അല്ലെങ്കിൽ പിന്നീട് ആരാണ് നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനാണ് കൃത്യമായിട്ട് ആദ്യം മറുപടി കിട്ടേണ്ടത്. കാരണം ഇത് ഈ മുൻപ് UDFന്റെ കാലത്തുണ്ടായിരുന്ന ബാർക്കോഴ പോലെയല്ല. അവിടെ ബാർക്കോഴ എന്ന് പറയുന്ന കാശ് വാങ്ങി എന്നുള്ള ആരോപണവും അതുമായി ബന്ധപ്പെട്ട കൊടുത്തു എന്നുള്ള തെളിവും ഒക്കെ ഇത്തരം കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ സർക്കാരിന്റെ ഒരു തീരുമാനമില്ല. മന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല, വകുപ്പ് മന്ത്രിമാരോ ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വിശദീകരണം വന്നിട്ടുള്ള നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്താണ്. അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കാറുണ്ട്. ഈ ഓരോ വകുപ്പിന്റെയും ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്താറുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യം പറയും. ഇവിടെ ഈ 1-ാം തീയതിയുള്ള ഈ അവധി, ആന്റണിയുടെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ ഡ്രൈ ഡേ അവധി ഉണ്ടല്ലോ, അത് പിന്നെ ഒഴിവാക്കണം എന്നുള്ള കുറെ കാലമായിട്ട് ആ ഭാഗത്ത് ടൂറിസത്തിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടും. അങ്ങനെ
ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നല്ലാതെ വേറെ ചർച്ചയും നടന്നിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. നടന്ന ചർച്ചകളെ കുറിച്ച് അദ്ദേഹം എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് വേണു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്ത് കാശ് വാങ്ങി എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം വരുന്നുണ്ടെങ്കിൽ ഈ അർജുൻ കൂടി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പ്, താങ്കൾ പറഞ്ഞ പോലെ അർജുൻ അഡ്മിൻ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിന് സംഭവം പ്രചരിക്കുന്നുണ്ടോ, അതിന്റെ പിന്നിൽ ഒരു ഗൂഢതന്ത്രം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇത് നേരത്തെ ശ്രീകുമാർ പറഞ്ഞപ്പോ എനിക്കും ഒരു അത്ഭുതം തോന്നി. കാരണം ഏതോ ഒരു അർജുൻ എവിടെ നിന്ന് കോട്ടയം സ്വദേശിയായ ഒരു അർജുൻ എന്തൊക്കെയാന്നുള്ള രീതി പറയുമ്പോൾ അദ്ദേഹം അത് തിരുവഞ്ചൂരായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ നല്ല ബിസിനസ് ഡീലിന്റെ കാര്യത്തിൽ ഇങ്ങനെ ബഹളം വെക്കേണ്ട, സർക്കാരിനെതിരെ ബഹളം വെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ് അത് അങ്ങനെ പറയുന്നത്. അത് കൃത്യമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുള്ള CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള കരാർ, ആ കരാറിന്റെ അടിസ്ഥാനം സേവനം കൊടുത്തോ ഇല്ലേ, അത് കൊടുക്കാൻ പാടുള്ളതാണോ ഇല്ലയോ നമുക്ക് ബാക്കി നിയമപരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണല്ലോ. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറിന്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതല്ല, ഇവിടെ ഇപ്പൊ അർജുൻ തന്നെ സംസാരിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ചായക്കട നടത്തിയിട്ടുണ്ടാവും. അത് മാത്രമല്ല ശ്രീ സജീവൻ, ശ്രീ എൻ ശ്രീകുമാറിന്റെ ഒരു വിമർശനം, ഒരു മാധ്യമം എന്ന നിലയിൽ തിരുവഞ്ചൂരിന്റെ മകൻ എന്ന് അർജുനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു വിഷയത്തെ പരാമർശിക്കുന്നതിലെ ഒരു മാധ്യമ നൈതികതയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് എന്നൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾക്കിപ്പോൾ അത് മാധ്യമങ്ങളുടെ ഒരു പൊതുശീലം ഏതായാലും ഈ ചർച്ച കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വീണ ടി എന്നാണ്, പക്ഷേ മാധ്യമങ്ങൾ ചർച്ചയിൽ ഏത് നിലയിലാണ് ആ പേരിനെ പരാമർശിക്കുന്നത്? വീണ വിജയൻ എന്ന് പറഞ്ഞല്ലേ ചർച്ചയിൽ പരാമർശിക്കുന്നത്. ആ നിലയിൽ തന്നെ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു രണ്ട് കമ്പനികൾ, വ്യക്തികൾ, അവരുടെ നിലപാടുകൾ, ഇത് അർജുൻ രാധാകൃഷ്ണൻ തന്നെയാണ്. അതിൽ നിന്ന് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നത് വ്യക്തമായി തന്നെ ആ നിലയിൽ തന്നെ പേരിലും നിൽക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു പൊതു സമീപനത്തെ ശ്രീകുമാറിനെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ വിമർശിക്കുന്നതിൽ ചില കഴമ്പുണ്ട് എന്ന് തന്നെ കാണുന്നതിലും അപാകതയൊന്നും ഇല്ലല്ലോ ശ്രീ സജീവൻ. അല്ല, ഇതില് വളരെ കൃത്യമായിട്ട് ശ്രീകുമാർ പറയുന്ന പോലെ ഇതില് പേര് പറയേണ്ടതുണ്ട്. ഈ അർജുന്റെ ബന്ധം എന്താണെന്നുള്ള പറയും. കാരണം ഇതൊരു വലിയ ആരോപണം സർക്കാരിനെതിരെ, അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ഘട്ടത്തിലാണ്, അവസാന മണിക്കൂറുകളിലാണ് ഈ ആരോപണം വരുന്നത്. ബാർക്കോഴ എന്ന് പറഞ്ഞിട്ട് പണ്ട് UDF-ന്റെ സമയത്ത് കൊണ്ടുവന്ന ബാർക്കോഴയ്ക്ക് പകരമായിട്ട് ഒരു പകരം വീട്ടൽ പോലെ ഒരു ബാർക്കോഴ ആരോപണം കൊണ്ടുവരുന്നു. ഈ ആരോപണത്തിൽ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് പണം എണ്ണി പെട്ടിയിൽ വെച്ചു എന്ന രൂപത്തിലുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അവിടെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ല. കാരണം ആലോചിക്കാനും പറ്റില്ല. കാരണം കുറെ കാലമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അവിടെ സർക്കാരിന് നയപരമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നീട് മന്ത്രി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചയെക്കുറിച്ച് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി പറഞ്ഞു എന്താണ് സംഭവിച്ചത്. അത് സാധാരണ രീതിയിൽ ഒരു റുട്ടീൻ ചർച്ചയാണ്. ഓരോ വകുപ്പും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ബജറ്റിന്റെ ഒരു ഘട്ടം വരുന്നതിന് മുമ്പേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കും. ആ ചർച്ചയിൽ ടൂറിസം വകുപ്പ് ഒരു പക്ഷേ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും ഈ ഒരു ദിവസം, അങ്ങനെ പല അന്തർദേശീയ സമ്മേളനങ്ങളും നടക്കുമ്പോൾ അതിലൊരു ദിവസം മാത്രം ഇത് കൊടുക്കില്ല. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മദ്യനിരോധനം ഏർപ്പെടുത്തണം. മദ്യനിരോധനം ഏർപ്പെടുത്തിയ സ്ഥലമൊന്നുമല്ലല്ലോ ഇവിടെ. അപ്പൊ സ്വാഭാവികമായും ആ ഒരു ദിവസം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞാൽ അത് പലപ്പോഴും ഈ ബിസിനസ് ഷെഡ്യൂൾ വെക്കുന്നതിന് ഇവർക്ക് സൗകര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അത് സർക്കാർ നടപ്പാക്കിയിട്ട് പോയില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു വരുന്നു. ബാർ ഉടമകൾ ഇനിയിപ്പോ അങ്ങനെ കാശ് കൊടുക്കണം എന്ന് പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഗൂഢാലോചന പോലും പുറത്തു വരുന്നല്ലോ. സർക്കാർ ആവശ്യപ്പെടാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്?